നമസ്കാരം. ജനുവരി 23-ാം തീയതി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ഒന്നാമത് സൗത്ത് ഏഷ്യൻ സ്കേ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം. ജനുവരി 31-ന് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ 4:30-ന് എത്തിച്ചേർന്ന ശിവരഞ്ജിനിയെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും കായിക പ്രേമികളുടെയും ബന്ധുമിത്രാദികളുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയ രണ്ട് കുട്ടികളാണല്ലോ നിങ്ങൾ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ? നമ്മളവിടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ ഈ 4 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരോടൊക്കെയാണ് നമ്മൾ മത്സരിച്ചത്. പോയിട്ട് ഏതൊക്കെ ഇനത്തിലാണ് മത്സരം നടന്നത്? എനിക്ക് 2 സ്വർണ്ണ മെഡൽ കിട്ടി. ഒന്ന് ഗ്രൂപ്പ് ഇവൻറ്റിനും ഒരു സിംഗിൾ ഇവൻറ്റിനും. എനിക്ക് ഒരു ഗോൾഡ് മെഡൽ, ഒരു സിംഗിൾ ഇവൻറ്റ്. ഏതിനൊക്കെയാണ്? ഒരു സിംഗിൾ ഇവൻറ്റ്, അതിന് ഗോൾഡ്. അത് എന്തെങ്കിലും അനുഭവങ്ങളൊന്ന് പറയാമോ, അവിടെ പോയ അനുഭവങ്ങളെ കുറിച്ചൊക്കെ? അതിൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയതിന് അഭിമാനം. എന്ത് തോന്നുന്നു? എനിക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി കിട്ടിയതിൽ. പിന്നെ നമ്മളെ ഇന്ത്യക്ക് ഫസ്റ്റ് ഓവറോൾ ഉണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് നേപ്പാളിനും, തേർഡ് ഭൂട്ടാനിലായിരുന്നു. നമ്മളെ ഇന്ത്യൻ ടീം ഹെഡ് കോച്ചായ പ്രദീപ് സാറിൻ്റെ കീഴിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഈ മെഡൽ എങ്ങനെ ഉണ്ടായിരുന്നു പോയ മത്സരവും ഇതൊക്കെ എങ്ങനെയായിരുന്നു? മത്സരമൊക്കെ വളരെ നന്നായിട്ടായിരുന്നു പോയത്. നമ്മൾ മത്സരിച്ചത് നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളോടെയാണ് മത്സരിച്ചത്. അതിലാണ് എനിക്ക് സ്വർണ്ണ മെഡൽ നേടിയത്. നമ്മൾ ഇന്ത്യൻ ടീം ഹെഡ് കോച്ചായ പ്രദീപ് സാറിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. സാറിന് നന്ദി പറയുന്നു. ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോഴും വിജയിച്ചപ്പോഴും എന്ത് തോന്നുന്നു? ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയതിന് അഭിമാനം. എനിക്ക് വേണ്ടി കളിക്കാൻ പറ്റിയ നല്ല അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡ് മെഡൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ GHSS പാളയംകുന്ന് സ്കൂളിൽ +1. ഞാൻ ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജി വടക്കേവിള PCA സെക്കൻഡ് സെം. നമ്മൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്നത് പാരിപ്പള്ളി സ്പോർട്സ് അക്കാഡമിയിലാണ്. ഓരോരുത്തരും ഇങ്ങോട്ടൊന്നും കിട്ടാറി എല്ലാവർക്കും അവര് ഇത് കഴിയുന്നവരിതങ്ങിട്ട് കഴിഞ്ഞാലൊന്ന് പറഞ്ഞേ.
മോനെ ഒന്ന് മോളെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഇറങ്ങി ജനുവരി 23 തീയതി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ഒന്നാമത് സൗത്ത് ഏഷ്യൻ സ്കേ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം. നേപ്പാൾ 2ാം സ്ഥാനവും ഭൂട്ടാൻ 3ാം സ്ഥാനവും നേടി. ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത ശിവരഞ്ജിനി വ്യക്തിഗത മത്സരത്തിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ചെറുന്നിയൂർ സത്യവിലാസത്തിൽ സുനിൽ ദത്തിൻ്റെയും ശശിലേഖയുടെയും മകളാണ് ശിവരഞ്ജിനി. ഇന്ത്യൻ കോച്ച് പ്രദീപിന്റെ നേതൃത്വത്തിലാണ് ശിവരഞ്ജിനി പരിശീലനം നേടിയത്. ജനുവരി 31 വൈകുന്നേരം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ 4:30 എത്തിച്ചേർന്ന ശിവരഞ്ജിനിയെ വർക്കല നഗരസഭാ ചെയർമാൻ ശ്രീ KM ലാജിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയുണ്ടായി. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും കായിക പ്രേമികളുടെയും ബന്ധുമിത്രാദികളുടെയും ഒരു വൻ സ്വീകരണം തന്നെ ശിവരഞ്ജിനിക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നൽകുകയുണ്ടായി.